ഇന്നാളത്തെ മറക്കാത്ത കഷ്ടം വേണ്ടി എന്ത് ചെയ്ത് നല്ലൊരു പാട്ട് പാടിയാ നിനക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷമുണ്ടോ? പാടണം. ഇന്നാളത്തെ എന്തായാലും എന്റെ പെരുമാറാൻ പോലെ ഒരു ദശ അപ്പൊ ചാരം നോക്കാം. എന്തത്തെ First table, Krishnadas. Second table, Johnson. It's a case of fire. And the third table is... yes, sir. Come in. Sir, I'm medicine PG. I'm keeping that. എന്താ നാട്ടാണ് സർ? എരുമപ്പാലാണ് ചോദിച്ചത്. റബ്ബർപ്പാലും അവിടെ ലോക്കൽ ഹോസ്പിറ്റലിൽ എരിയും എടുത്തു. പക്ഷേ രക്ഷയില്ല. ഓരോരുത്തർക്ക് കുടിക്കുമ്പോൾ നോക്കി കുടിക്കേണ്ടി വരും. ഇനി പഠിച്ചിട്ട് കൃഷ്ണമാണല്ലോ. അല്ല ഇതിപ്പോ ആരെ ചെയ്യാ? ഇപ്പോ പാല് സേവുണ്ട് സാറേ. ഞാൻ കണ്ടിരുന്നു. താൻ ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എടാ സേവി, പെട്ടെന്ന് ഒരു എമർജൻസി ചെയ്തു. എന്താടാ? മലബന്ധം ബാധിച്ച ഒരു രോഗിയുടെ ഡിജിറ്റൽ ഇവാക്യുവേഷൻ ചെയ്യണം. അവസ്ഥ അലക്സാണ്ടർ വന്നിട്ടാണ് സാർ എന്നെ കൂടെ ഇത് ചെയ്യുന്നത്. അവൻ സീരിയസ് നോക്കി പോയിട്ടുണ്ട്. എല്ലാം അറിയാം. പിന്നെ ഇല്ലാതെ കൈ ഒന്ന് വരച്ചാൽ തീർന്നു. നെർവിഞ്ചിലെല്ലാം വന്ന ശബ്ദം പോകും. പിന്നെ പാടാൻ പോയിട്ട് സംസാരിക്കാൻ പോലും കഴിയാതെ ചെറിയ ടെൻഷനുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായിരിക്കും. ആ ശരി. എന്തെങ്കിലും പറ്റിയ ഫുൾ റെസ്പോൺസിബിലിറ്റി നിനക്കായിരിക്കും പറഞ്ഞാൽ if any complication occurs during the surgery, the first assistant will be responsible. അത് നിനക്ക് പറയാവുന്ന കാര്യമല്ലേ? ബാക്കി എല്ലാവരും കഴിയരുത്. ശരി, പെട്ടെന്നായിക്കോട്ടെ. Yes? Oh my God. Alexa, you need to take over. Okay, sir. Finish the case. You must be careful about the recurrent relationship now. Let's go. Sure, sir.
ആട് വർക്കിലൂടെ ഇത്രയും ദിവസം വന്ന ആൾക്കാരുണ്ട്. അതുപോലെ ലക്കിലൂടെ വന്ന ആൾക്കാരുണ്ടോ? ആടുവെന്ന് പറഞ്ഞ് ജീവജാലാണ്. അപ്പുറത്തിപ്പുറത്തും പോയിട്ട് പലതും പറഞ്ഞിട്ട് ഫയറാക്കാനാണെന്നുണ്ടെങ്കിലും ഫയർ ഊടി കെടുത്താനാണെന്നുണ്ടെങ്കിലും കൺസിബിലിറ്റിയിൽ കാര്യം പറഞ്ഞ തന്നെ ജാസ്മിന്റെ ഗ്രാഫായിരുന്നു കുറച്ച് ടഫായിട്ടുള്ള ഒരു ഗ്രാഫ്. എനിക്ക് ലക്ക് ഫാക്ടറായിട്ട് തോന്നിയിട്ടുള്ളത് ജിൻഡോ ചേട്ടനാണ്. ഇവിടെ പലപ്പോഴും എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഈ ഒരു മനുഷ്യനിവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഭയങ്കര ഫേക്കാണുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയും ലക്കി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ നോറയുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് രാത്രി 9 മണിക്ക്. Ski Ice Creams presents Big Boss. സമർപ്പിക്കുന്നത് Ski Ice Creams. It's Ski Day. Co-presented by Activa. Why not? അമൃതവേദിയിൽ next year. സമർപ്പണയുടെ മൊഴി വലിയ ടെക്നോളജിയിലൂടെ ജെമിക്സ് ദുർഗന്ധ ബ്ലോക്ക് ചെയ്യൂ 3 ദിവസം വരെ. ലോയിഡ് കരുതൽ അത് വീട്ടിൽ വീടാക്കുന്നു. പൗളിബ ഇന്ത്യ ഗേറ്റ് ഇന്ത്യയുടെ പഴയ ശീലം. ബ്രിട്ടാനിയ ഗുഡ് ചോക്ലേറ്റ് കുക്കീസ് വലിയ ചോക്ലേറ്റ് കംഫർട്ട് ഫാബ്രിക് കണ്ടീഷണർ തുണികളെ ഫ്രഷായി വെക്കുന്നു ദിവസം മുഴുവൻ. ട്രാൻസ്ലർ ഓൺലൈൻ കളർ അവൈലബിൾ 40 ഷെയ്ഡ്സ്. ഗോൾഡ് വിന്നർ ഒന്നാം തരം പാചകത്തിന് ഒന്നാം തരം എണ്ണ. കേബിൾ നമ്പൂതിരി ഹെർബൽ ടൂത്ത്പേസ്റ്റ് ഒറ്റ ടൂത്ത്പേസ്റ്റ് ഒരുപാട് ഗുണങ്ങൾ ക്ലിനിക്കലി പ്രൂവൻ. പ്രീമിയർ ടിഷ്യൂസ് ഹൈജീൻ മാറ്റേഴ്സ് ആന്റി ബാക്ടീരിയൽ സൂപ്പർ ജെൽ എക്സോ ഫാമിലി ഹെൽത്തി ഫാമിലി പീറ്റൻ ജോ മൈക്രോ കുറവുകളില്ലാത്ത ഏറ്റവും ചെറിയ ഈസ്റ്റേൺ സെലിബ്രേറ്റിംഗ് 40 years of perfect taste. സ്കൂൾ ലൈഫ് വൈബായ ജോൺസ് ടൂട്ടി ഫ്രൂട്ടി കുടകൾ. വെറണ്ട റൈസ് ബാങ്കിംഗ് ഗവൺമെന്റ് പരീക്ഷകൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിംഗ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ദ #1 സെല്ലിംഗ് ബ്രാൻഡ് ഇൻ വില്ലാസ് ഫ്ലാറ്റ്സ് ഗോൾഡ് വില്ലാസ് ഇൻ കേരള കർണാടക ആൻഡ് ദുബായ്. മുത്തൂറ്റ് ഫൈനാൻസ് ഇന്ത്യയുടെ നമ്പർ 1 ഏറ്റവും വിശ്വസ്തമായ ഫൈനാൻഷ്യൽ സർവീസസ് ബ്രാൻഡ്. ഗോൾഡ് ലോണിനായി ഇപ്പോൾ തന്നെ വിളിക്കൂ 1-800-202-1212. ജോൺസ് ടൂട്ടി ഫ്രൂട്ടി കുടകൾ. ഇപ്പോൾ ഓരോ സ്കൂബിയുടെ ബാഗിനൊപ്പം ബോംബെ ബിഗ് ടോയ് സമ്മാനം. ഞാനിവിടെ എല്ലാ അവസരങ്ങൾക്കും തയ്യാറാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്റെ കൂടെയുണ്ട് നാൻഡോ. ഇതിലൂടെ പ്രോബയോട്ടിക്സ്, DHA for brain development, whey protein for muscles, and essential nutrients to support growth and immune system function. ഇപ്പോൾ നാൻഡോയുടെ ഓരോ പാക്കിനൊപ്പം നേരൂ ആക്ടിവിറ്റി ബുക്ക്. നാൻഡോ from Nestle. പുതിയ യാർഡ്ലി ഡിയോസ് എക്സോട്ടിക് നാച്ചുറൽ ക്ലാസിന്റെ സുഗന്ധത്തോടെ. യാർഡ്ലി ഡിയോസ് ഇപ്പോൾ 90% പ്രകൃതിദത്തം. പ്രകൃതിയെ പോലുള്ള പുതുമ എല്ലായ്പ്പോഴും. അനുഭവിക്കൂ യാർഡ്ലി ബോഡി മിസ്റ്റിന്റെ പുതിയ ശ്രേണി. ടൂട്ടി ഫ്രൂട്ടി ജോൺസ് ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി ജോൺസ് ടൂട്ടി ഫ്രൂട്ടി ജോൺസ് ടൂട്ടി ഫ്രൂട്ടി കുടകൾ. ഇന്ത്യയുടെ നമ്പർ 1 ഏറ്റവും വിശ്വസ്തമായ ഫൈനാൻഷ്യൽ സർവീസസ് ബ്രാൻഡ് മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ. ഇന്ന് തന്നെ വിളിക്കുക 1-800-202-1212. എന്താണ് നിന്റെ മുടിയിൽ? എന്താ അമ്മ? പൂർവിക ധനം അന്യാധീനപ്പെടാതെ കാക്കണം എന്നത് കാവൽക്കാരനായ ബ്രഹ്മരക്ഷസിന്റെ ധർമ്മമാണ്. അന്യരാൽ കൈവശപ്പെടുത്തിയ സ്വർണം തേടിയാണ് അയാൾ നമ്മുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഇവളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ഇവളുടെ വയറ്റിലുള്ളത്. ഇത്രയും ദിവസം ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇതാണ്. കണ്ടു എല്ലാവരും. ഈ കണ്ണ് ഗർഭനാടകത്തില ഇവിടെ തിരിച്ചു
He takes Scooby Day bags, strong bags for strong kids. ആ നിമിഷം എനിക്കറിയാമായിരുന്നു കൃഷ്ണദാസ് എന്ന ഗായകൻ മരിച്ചു. അയാളുടെ ശബ്ദം എന്നേക്കുമായി നിലച്ചു. എന്നോടുള്ള പ്രൊഫഷണൽ ജലസി ഒരു സാധുവിന്റെ ജീവിതം തകർത്തു. കൃഷ്ണദാസ് ദരിദ്രനായതുകൊണ്ടും സംഘടന കുറവായതുകൊണ്ടും അവന്റെ പ്രതിഷേധം അധികം നീണ്ടുവന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജും അന്നത്തെ കാലവുമായതുകൊണ്ടും ഒരു സർജറിയും ഒരിക്കലും 100% വിജയം അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടും അത് പതിയോധത്തിൽ പോയി. ഇങ്ങനെ ജീവനുള്ള ശരീരത്തിൽ കത്തിവെച്ച ഞാൻ അറിയാൻ leave the campus and never come back. I'm suspending you from the college immediately. You're suspended from the college for a month. നീ എന്ത് ചെയ്തിട്ടാണ് ശരി പിന്നെ മാത്രം ഇങ്ങനെ പുറത്താക്കാനൊന്നും പറ്റില്ല. ഈ സംസ്ഥാനത്തെ ഫസ്റ്റ് അസിസ്റ്റന്റ് ആരാ നിന്നെ പുറത്താക്കിയ അതിന്റെ അർത്ഥം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു. കിടക്കല്ല ഈ പ്രശ്നം നമ്മൾ ആളി കത്തിക്കും. അന്നേരം അവൻ പറഞ്ഞിട്ടാണ് നിറവ് പറ്റിയത് അല്ലേ? നീ എന്ത് ശാസ്ത്രം വിളിച്ചോളാം. ഒരു കയ്യബദ്ധം പറ്റിയത് ഞാൻ എൻ്റെ വളരെ വിളിച്ചു പറയാം. അവൾക്ക് എത്താവത് ശരിയുണ്ട്. அவளுக்கு ஏதாவது பலமா கூட்டத்துக்கு தான் நான் ஊருக்கு கிளம்ப போறேன். இந்த கூட வருவதற்கு வரும். എന്നാലും സ്റ്റഡി ലീവും കസിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് പോയാളെന്താ ഒരു പെട്ടെന്ന്. അതൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ കൊച്ചിനെ കാര്യം കാണുകയാണ്. ഓ സർപ്രൈസ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നാൽ ചിരിച്ചേ എന്നാലും അപ്പൊ ചെല്ലേ കണക്കണത് സുജാ 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 എടാ നീ വലിയ സർജൻ അല്ലടാ. കഴിവേറുടെ മോനെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. നിനക്ക് വലിയ വലിയ സർജറി ചെയ്താൽ മാത്രം പോരാ, എന്നെ കൊണ്ട് കടാലവലാദികളുടെ കുണ്ടി കയ്യൊക്കെ തീരുമാനിയാ. This is the last time, man.
പിന്നെ ഐഫോൺ അല്ലെങ്കിലും എന്തുവാ മാപ്പിള വിളിക്കുന്ന സർജറി പല മാപ്പിള ഒരു താടി ചെയ്യണോ ചെറുത്ത് മതി വസന്തമേ ആദ്യകാലം ഞാൻ ശബളം ഉണ്ടാക്കാം സയൻസ് സർക്കിൾ ഉണ്ടായിരുന്നു. Unfortunately, JCS is still at zero. There is no hope for her. ഇയാളെ ഇങ്ങോട്ട് കഷ്ടപ്പെടുത്താതെ നമുക്കിതൊന്നും
ജൂനിയർ യേശുദാസ് എന്ന മൂലം അറിയപ്പെട്ടിരുന്ന ഒരു കലാകാരൻ. വിധിയുടെ വിളയാട്ടം കണ്ടോ അത് മെഡിക്കൽ കോളേജിലെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ അസുഖം കണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിന് തന്റെ ശബ്ദം തന്നെ നഷ്ടപ്പെട്ടു. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണദാസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ആളായിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ കൃഷ്ണദാസ് യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നറിയാൻ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു പഴയ വീഡിയോ കണ്ടു നോക്കാം. ഹാർഡ് വർക്കിലൂടെ ഇത്രയും ദിവസം വന്ന ആൾക്കാരുണ്ട്. അതുപോലെ ലക്കിലൂടെ വന്ന ആൾക്കാരുണ്ടോ? അതൊന്നും ജില്ലയിലാണ്. അപ്പുറത്തിപ്പുറത്തും പോയിട്ട് പലതും പറഞ്ഞിട്ട് ഫയറാക്കാനാണെന്നുണ്ടെങ്കിലും ഫയർ ഊടിക്കെടുക്കാനാണെന്നുണ്ടെങ്കിലും കൺസിഡർ കാര്യം പറഞ്ഞാൽ ഡാൻസിന്റെ ഗ്രാമമായിരുന്നു. അതിൽ ആദ്യ വിജിത്താണ് അവിടെ ആ ഒരാൾ തന്നെ
വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പോസ്റ്റർ for a small world, and here we meet again. Indeed. വെളിച്ചോടി പറഞ്ഞതുപോലെ നീ നിന്റെ ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ കത്തിവെച്ചിട്ടില്ല. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റി പ്രശസ്തനായ ഫോറൻസിക് സർജനായി പേരെടുത്തു. വിട്ടേരെ. അടുത്ത ആഴ്ച ആത്മകഥാപ്രകാശനത്തിന് തിരികെ. കൺഗ്രാജുലേഷൻസ്. താങ്ക്സ്. ആക്സിഡന്റ് കഴിഞ്ഞ് മാസങ്ങളോളം ഞാൻ കോമയിൽ കിടന്നിട്ടുണ്ട്. നിങ്ങൾ ആരും ഒന്നും എന്നെ കാണാതെ. ഈ കൃഷ്ണദാസിനെ കുറിച്ച് വെറുതെ ഒന്ന് തിരക്കിയത് പോലുമില്ല. ഈ കല്ലോട് വണ്ടിയോട് ചാർജ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളും കൂടി ആലോചിച്ചത്. പിന്നെ കേരള കുറ്റബോധമില്ലാത്ത മനുഷ്യരാണോ ഈ ലോകത്തിൽ ഏറ്റവും വലിയ അപകടകാരികൾ. നീ എത്രയൊക്കെ വളച്ചൊടിച്ചാലും എത്രയൊക്കെ കള്ളം പറഞ്ഞാലും നിയമം നിന്നെ രക്ഷിച്ചെടുത്താലും കൊല്ലാതെ കൊണ്ട കുറ്റത്തിൽ അന്ന് നീ തന്നെ എന്റെ പുണ്യാണ്. ഇന്ന് നീ തന്നെ അല്ലെങ്കിൽ നിനക്കറിയാലോ, ദൈവം ചിലരെ വളർത്തും, ചിലരെ തളർത്തും. ഇന്ന് ഞാൻ ജീവനോടെ നിന്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ന്യായം ദൈവമൊക്കെ എന്റെ അതുകൊണ്ടാണ്. കറക്റ്റാണ് ശരി. ദൈവവും പ്രതീക്ഷയൊക്കെ എന്നെ കൈവിട്ടവരാണ് ഞാനും ഇവന്റെ പ്രാണിയാണ്. പക്ഷേ ചെലുത്താൻ ചിലപ്പോൾ നേരിട്ടാണ് ഞങ്ങളെ രക്ഷിക്കുക. അന്നേരം കയ്യിൽ ഒരു ഡബിൾസ് ഓട്ടോമേറ്റ് Be married with your devil, Alexander Joseph. Good luck. Good luck. Thank you for saving my life, Father. You will awaken our Doctor. I am so sorry that you are still alive. But I am so sorry that you are disappointed. ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ ബെന്യാമിൻ കാണാനുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും പ്രിയപ്പെട്ട വായനക്കാർക്ക് നമസ്കാരം. കഴിഞ്ഞ വർഷം വൃദ്ധനാകുന്നത് വരെയുള്ള 32 വർഷത്തെ സേവനകാലത്ത് ആത്മാർത്ഥതയോടെ മാത്രമേ ഞാൻ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ എന്റെ അനുഭവങ്ങൾ എനിക്ക് എഴുതാൻ കഴിഞ്ഞു. ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വാധീനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്തതിന്റെ പേരിൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തിന് റിട്ടേൺ ചെയ്തിട്ട് പോലും കഴിഞ്ഞ ആഴ്ച എന്നെ കൊല്ലാൻ ശ്രമിച്ച വിവരം നിങ്ങളിൽ പലരും മാധ്യമങ്ങളിലൂടെ അറിയണം. അത് നടക്കാതെ തന്നെ പോലീസ് അശോക് സെൽവരാജിന്റെ മരണം കഴിഞ്ഞപ്പോ ഇരകളുടെ മുറിവിൽ ചുറ്റുമുണ്ട ആ നീലവരെപ്പറ്റി തനിക്കൊരു സംശയം തോന്നി. ആ ഇങ്ക് ഹൈദരാബാദിൽ പരിശോധന കേസിന്റെ റിസൾട്ട് പോകുന്നുണ്ട്. അതൊരു സാധാരണ ഇങ്കല്ല. അതിന്റെ കൂടെ അഗ്രഹത്തിലുള്ള സബ്സ്റ്റൻസിന്റെ ഫ്ലേവറുകൾ കാച്ചിയിലെ കച്ചറയിൽ ഉപയോഗിക്കുന്ന ഒരു നിയമം. വളരെ
പറഞ്ഞ് മനമെടുത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് താങ്കളെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കട്ടെ. താങ്കളുടെ നല്ല മനുഷ്യനാണ് ഹോസ്റ്റലർ. നമ്മൾ കണ്ടുമുട്ടേണ്ടവരായിരുന്നു. It is so destined to meet. നമ്മൾ ഇനിയും കണ്ടുമുട്ടുകൊണ്ടേയിരിക്കും. അല്ലേ? On the studio, listener. On the studio. എന്നെ കാണാതെ പോയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു സാർ ഇന്ത്യയിലായിരിക്കണം. സാർ വരെ തിരക്കിലല്ലേ. എന്തായാലും ഡിന്നർ നന്നായിട്ടുണ്ട്. പിന്നെ സാറിന്റെ കേസിൽ രണ്ടുപേരും കണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റിയില്ല. എന്റെ ഭാര്യ കൂടുതലേ സാറ് ഇത് ചോദിക്കാറെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ ഭാര്യയും മോളെയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നല്ല ഞാൻ ചോദിച്ചത്. അവരിപ്പോ എവിടെയാണെന്നാണ് ചോദിച്ചത്. വിനീത്, നിന്റെ കാറിന്റെ ഡിക്കിയിൽ നിന്നും അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങളും വലിയൊരു കുഴിവാണ് കിട്ടി. വാളിലും വസ്ത്രത്തിലും കണ്ട രക്തം DNA ടെസ്റ്റിലൂടെ എന്റെ ഭാര്യയുടെയും മോളുടെയുമാണ് തിരിച്ചറിഞ്ഞു. പക്ഷേ ആ ഷോക്കിൽ എല്ലാവരും വിട്ടുപോയ കേരള പോലീസ് എന്നെ വരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ബോൺ റെസിഡ്യൂ, എല്ലിന്റെ ചെറിയ ചെറിയ തരികൾ. എല്ല് വെട്ടാൻ കത്തി ഉപയോഗിച്ച ശേഷം അത് മുദ്ര കഴുകിയല്ലോ. ഈവൻ കെമിക്കൽ വാഷ് ചെയ്ത പോലും ബോൺ റെസിഡ്യൂ പോകില്ല. നീ എന്റെ കുടുംബത്തെ വെട്ടിമുറുക്കാൻ ഉപയോഗിച്ച കത്തിയിൽ ബോൺ റെസിഡ്യൂവിന്റെ അംശം പോലും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ക്രോസ് ചെക്ക് ചെയ്തു വിനീത്. ദാറ്റ് മീൻസ് എന്റെ ഭാര്യയും മോളും വെട്ടിമുറുക്കപ്പെട്ടിട്ടില്ല. സോ നീ എന്തായാലും അത് ചെയ്തിട്ടില്ല വിനീത്. പക്ഷേ അവരെ ആരെന്ത് ചെയ്തു എന്നുള്ളത് നിനക്കറിയാം. അറിയേ ആരാണ് അതിന്റെ പുറകില്? അറിയണം. Finally you found it, man. എത്ര കാലമായി ഞാനിതിനെ കാത്തിരിക്കുന്നു. നീയല്ലേ ഇൻവെസ്റ്റിഗേറ്ററല്ലേ? മിടുക്കനെ കണ്ടുപിടിക്കും. Let's see what you're made of, Osla. ഇന്നാണ് സുവാന പരിചിത ആശ തപ്പിച്ചിന് സുഖനാണെന്ന് അല്ലേ? ആ ഗ്രൂപ്പ് ഇട്ടിട്ട് പോണ ആളില്ലേ? അതിലൂടെ എന്തിനാ വന്ന? മകളോട് എത്തിയിട്ട് എന്തിന്?
പുതിയ എപ്പിസോഡിലേക്ക് പൊന്നു വിഷയത്തിലല്ല എപ്പോഴെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത രീതിയിൽ തിരിച്ച് നമ്മളവിടെ കടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എനിക്ക് ഒരെണ്ണം ഉണ്ടായിട്ടാ ഈ ഇടയ്ക്ക്. നമ്മുടെ അവിടെ വീടിന്റെ അടുത്ത് സ്വിമ്മിംഗ് പൂൾ തുടങ്ങി. അപ്പൊ ഞാൻ അഡ്മിഷൻ എടുത്ത് നീന്താനൊക്കെ പഠിച്ചോണ്ടിരിക്കുക. ആദ്യമൊക്കെ എനിക്ക് ശീലമുള്ളൂ, കറക്റ്റ് ടെക്നിക്കൊക്കെ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ സ്കൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് പിള്ളേരുണ്ട്. അപ്പൊ അതിൽ ഒരു ചെറുക്കനെ പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടന്റെ ഭയങ്കര ഫാനാണ്, വീഡിയോ കണ്ടപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയും നീന്തൽ അറിഞ്ഞിരിക്കണം, എന്തായാലും പിള്ളേരൊക്കെ പഠിച്ചിരിക്കണം. അങ്ങനെ ഞാൻ വന്നതാണ്. അങ്ങനെ പഠിച്ചിരിക്കേണ്ട ചേട്ടാ. ഞാൻ പറഞ്ഞു പഠിച്ചിരിക്കണോടാ, നീന്തൽ അറിഞ്ഞുകൂടാത്തവന്മാരെല്ലാം കിഴങ്ങുകളാണെന്നോ. അപ്പൊ അവന് കൂട്ടുകാരൻ നീന്തി വന്നേ, കൂട്ടുകാരൻ നീന്തി വന്നവൻ പൊങ്ങിയോടെ ഇവിടെ കാർത്തികേടെ നിന്റെ അച്ഛനെ കിഴങ്ങാന്ന് വിളിച്ചത്. ഞാൻ പറഞ്ഞേ എപ്പോ പറഞ്ഞ എപ്പോഴാ അവന്റെ അച്ഛനെ കിഴങ്ങാന്ന് വിളിച്ചാ? ചേട്ടൻ പറഞ്ഞ നീന്തൽ അറിഞ്ഞുകൂടാത്തവരെല്ലാം കിഴങ്ങനാണെന്ന്. ഞാൻ പറഞ്ഞു അവന്റെ അച്ഛൻ നീന്തൽ അറിഞ്ഞൂടാ, അപ്പൊ അവന്റെ അച്ഛൻ കിഴങ്ങനല്ലേ? മോനാണെങ്കിൽ അത് മൊത്തത്തിൽ ആയിപ്പോയി. ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്ത സമയം ടീച്ചറിനോട് പഠിച്ചു. സ്കൂബ ഡൈവേഴ്സ് ഉണ്ടല്ലോ, ഈ കാലില് വലിയ നീളമുള്ള സംഭവം ഇട്ടിട്ട് ഇങ്ങനെ നീന്തുന്ന ആൾക്കാര്, അവർക്ക് ഒരു കുഞ്ഞ് സിലിണ്ടർ പോലത്തെ സാധനത്തിൽ പിടിച്ചിട്ടൊക്കെയാണ് നീന്തുന്നത്. അവര് വള്ളത്തിന്റെ വക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുറകോട്ടാണ് ചാടുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാം? പുറകോട്ട് ചാടുന്നത് എന്താണെന്നറിയാം? ചാടിയ ബോട്ടിൽ തന്നെ വീഴും. അതിനല്ലല്ലോ ഈ വേഷം കെട്ടിയിരിക്കുന്നത്, വെള്ളത്തിൽ ചാടാനല്ലേ. അതെന്നെ അറിയില്ല, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പറയാൻ വന്ന ഓഡിയൻസിന്റെ അടുത്ത് വെക്കേഷനാണ്, കുട്ടികളെയൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നീന്തൽ പഠിപ്പിക്കാൻ വിടുക. അതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. ഈ പ്രാക്ടി പറയുന്നതാണ് യോജിക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളായിക്കോട്ടെ, കുറച്ച് മുതിർന്നവരായിക്കോട്ടെ, അവരൊക്കെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പഠിക്കണം. നീന്തൽ, ഡ്രൈവിംഗ്, അങ്ങനെയുള്ള കുറച്ച് അടിസ്ഥാനപരമായ കുതിരസവാരിയൊക്കെ അടിസ്ഥാനപരമല്ലല്ലോ. നമ്മളൊക്കെ പണ്ട് നന്നായിട്ട് പറയുന്നത് ഇപ്പൊ ഞാനൊന്നും ചെറുപ്പത്തിൽ അങ്ങനെയല്ല, ഞാൻ കുസൃതി അല്ല, ഞാൻ ആ സമയത്ത് കൂടെ പഠിക്കുമായിരുന്നു. ഇവരൊക്കെ മലകേറി വന്ന സമയത്ത് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഇത് അങ്ങോട്ട് പുകഴ്ത്തിയപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങോട്ട് എന്തോ ഒരു കാര്യമായിട്ട് കാര്യത്തെ കിട്ടും. ഓക്കെ, അപ്പൊ വെക്കേഷൻ ലേൺ സ്വിമ്മിംഗ് അല്ലാതെ ഇന്നത്തെ ഞാൻ കണ്ടസ്റ്റൻസ് കൊണ്ടുവരട്ടെ. കണ്ടസ്റ്റൻസ് നീ നീന്തിപ്പോ എന്നിട്ട് അവിടെ നിന്ന് സൂര്യനെ പിടിച്ചോണ്ടു. അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട, നമ്മള് ജീവിതം അക്കരയ്ക്ക് തന്നെ അവിടെ ഇരിക്കുന്നത്. ഓ ഇത് ടെൻഷനോ ടെൻഷൻ ഉണ്ടോ? അവിടെ ഓർമ്മ ഇവിടെ എനിക്കും അറയ്ക്കും. എന്നാലും ഞാൻ ചോദിച്ചാ അയ്യോ, കോട്ടയത്ത് നാഗമ്പട സ്റ്റാൻഡ് സ്റ്റേഷൻ ഒഴിച്ച് മുഴുവൻ മേടിച്ചിട്ട് എന്നിട്ട് എറണാകുളത്തൊന്നും താമസിക്കുക, എല്ലാ ഫ്ലാറ്റിലും അറക്കത്തിൽ നിർത്തി ചെന്ന് നില ഒഴിക്കേണ്ടത്. സമ്മതിക്കണ്ട്. നിന്റെ പറയുന്നേ വിശാഖം. ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. ശരി, അവന്റെ ചിത്തിര അപ്പുറമാണ് കൊടുത്തിരിക്കുന്നത്. എവിടെയാണ് അവിടെ മാർഗം
പൂവമ്പലമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോ പൊന്നും നിന്നും നിന്നായിരിക്കും ഞാൻ. ഞാൻ സമ്പർക്കത്തിൽ ഞാൻ ഒരു വെളിച്ചപ്പാട് വന്നിട്ടുണ്ട്. തിരിച്ചങ്ങോട്ട് വിളിക്കാം. നന്നായിക്കൂടാണ് അമ്മ. ഞാൻ 5ാം ക്ലാസ്സിൽ തോറ്റ് വഴക്ക് നിർത്തിയില്ലാത്തതുകൊണ്ടോ നിങ്ങളെല്ലാം പഠിപ്പിച്ചു ഊപ്പാറ വലിയ കാര്യമായിപ്പോയി. ഒരു കിലോ കോഴിയിറച്ചി വാങ്ങിച്ചുകൊണ്ട് വരാൻ പൈസ വന്നിട്ട് ഒരാഴ്ചയെ അതെങ്കിലും നീ ഇതുവരെ ചെയ്തോളാം. കോഴിയിറച്ചി വീട്ടിൽ വേണ്ട, താറാവിറച്ചി മേടിച്ചാൽ മതി. താരയിറച്ചി വീട്ടിൽ വേണ്ട, കോഴിയിറച്ചി കതിപ്പിലും കുഞ്ഞിനും വളരുന്ന ഈ വീട്ടിൽ വേണ്ട, ഒരു പിസ്തുള്ളത് വാങ്ങി. പിന്നെ കോഴിയെ പിന്നെ 10 രൂപയ്ക്ക് മറക്കുന്നത് താറാവിറച്ചി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ്. അന്ന് നല്ല കുഴപ്പം താറാവിന് മേടിച്ച് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഉപ്പും മുളകും കുരുമുളകൊക്കെ പുരട്ടി ഒരു എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചങ്ങ് എടുത്താലും പോലോ. അച്ചപ്പടി എങ്ങനെ ഇരിക്കുന്നു? തലയ്ക്ക് കാണാൻ കൊള്ളത്തില്ല, പക്ഷെ തിന്നാൻ കൊള്ളാം. താരയിറച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. എന്റെ ഇഷ്ടത്തിന് എനിക്ക് മേടിച്ചാൽ മതി. എന്റെ ഇഷ്ടത്തിന് മേടിച്ച് ഇപ്പോൾ പണിയെടുക്കാം. ഞാനെന്തിന് പണിക്ക് പോവാം. നാട്ടിലിറങ്ങി എനിക്ക് അന്നത്തേക്ക് നടക്കാൻ പറ്റുന്നില്ലേ? ഓരോ അന്തസ്സും ജോലിക്കും കൂലിക്കും പോകുമ്പോൾ അല്ലല്ലോ. കാരണം പെമ്പിളാരെ വായി നോക്കാനില്ലേ. അമ്മ അങ്ങനെ പറയരുത്. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമാനം കൂടിയിട്ട് വേണം. നമ്മുടെ വരുമാനം കൂടിയിട്ടുള്ളത് ബിപിഎൽ റേഷൻ കാർഡിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ. ഒരു നിനക്ക് പണിയെടുത്ത് ജീവിക്കാൻ ഉദ്ദേശമില്ല. ഈ പൂവൻകോഴീനെ പ്രസവിച്ച നേരത്ത് 10 മുട്ടക്കോഴീനെ മേടിച്ചു വളർത്തി അതെങ്കിലും വീട്ടിലേക്ക് ഉപകാരമായി. എടാ കല്യാണപ്രായമൊക്കെ ആയില്ലേടാ, ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? നിങ്ങൾക്ക് കല്യാണപ്രായമാണോ? കല്യാണപ്രായം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലേ? പൂവൻകോഴി അങ്ങ് കൊടുക്കും. നിങ്ങൾക്ക് ഇതുപോലെ കടക്കോഴി ഒപ്പിച്ചു തരാൻ തോന്നിയിട്ടുണ്ടോ? പിന്നെ വേറെ കൂടിയിലേക്ക് നിനക്ക് കിടക്കോഴീനെ ഒപ്പിച്ചോണ്ട് നാട്ടുകാരെ എന്നെ കേൾപ്പെടുത്തരുത്. വേറെ കൂലിയില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങളെല്ലാം ജോലിക്ക് പോകുമ്പോഴേ വീടിന്റെ ഒന്നത്തെ കാവലായി നിന്നിട്ട് നിങ്ങൾ 5 പൈസക്ക് തരുന്നുണ്ടോളെ? അല്ലാതെ ഒടുക്കത്തെ ടൈമിൽ അതേടാ, നിനക്ക് ഞാൻ കൂലിയും കൊടുക്കാലോ. 4 നേരം വെട്ടിവിടുങ്ങി ഭക്ഷണം തരുന്ന പോലെ. അത് കഴിഞ്ഞ പകുതി ഭക്ഷണം ഒരു പട്ടിക്ക് കൊടുത്തായിരുന്നു നന്ദിയെങ്കിലും. വല്ലാത്ത വിശപ്പ്. എന്താ അമ്മയെ കഴിക്കാനുള്ളത്? എന്റെ പൊന്നുമോ രാവിലെ എഴുന്നേറ്റ് പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്നു വന്നതല്ലേ. അതുകൊണ്ട് വേഗം കഴിക്കാൻ വേണ്ടി അമ്മ കുറുക്കെടുത്ത് വെച്ചിട്ടുണ്ട്. വന്നാൽ ഇന്നും കൂർക്കയാണ് ഉണ്ടാക്കി വെച്ചത്. കുറുക്കയല്ല, കുറുക്ക്. കുറുക്കോ? വായിച്ച് രുചിയായിട്ട് വിളിച്ചോ. ഇവരെയും ദോശയും ഉണ്ടാക്കി വെച്ചത്. ഇഡ്ഡലി ദോശ ഉണ്ടാക്കി തന്നത് പൊട്ടിച്ച് വായി കെട്ടി ചവച്ചരച്ചെന്റെ മോ ക്ഷീണിക്കണ്ടാന്ന് വെച്ചിട്ടാ. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എന്നോട് സ്നേഹമുണ്ട്. ഭയങ്കര സ്നേഹ. ആ ജോത്സ്യം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എത്ര അർത്ഥവത്തായി വന്നു. എന്താ അമ്മേ ആ അർത്ഥം പറയുന്ന ജോലിച്ചു പറഞ്ഞത്? നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞ ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചോ? പിന്നെ നിന്നെക്കാൾ വലിയൊരു മഹാത്ഭുതം എന്താണ് മോനെ ഇനി സംഭവിക്കാനുള്ള എന്താ എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അമ്മായിനെയും മരുമോനും കൂടെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഇത് കണ്ടിട്ട് സ്റ്റേജിൽ കയറണമെന്ന ആഗ്രഹം സബലീകരിച്ചില്ലേ, ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഇപ്പോഴും ഞാൻ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ മാക്സിമം നോക്കി നിങ്ങൾ ചെയ്യുന്നത് ഒക്കെ പെർഫെക്റ്റ് ഒന്നുമല്ല. കുറേ നെഗറ്റീവ്സുകളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നില്ല. എന്റെ കണ്ണ് മുഴുവൻ നിങ്ങളുടെ ആ ക്യൂട്ട്നെസ്, 2 പേരും കൂടെ പെർഫോം ചെയ്യുന്ന ക്യൂട്ട്നെസ് ഉണ്ട്. ആഗ്രഹത്തിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് അമ്മായിന്റെ മരുമനോടുകൂടെയുള്ള ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, അത് ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും. അത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. ബാക്കി ഒരുപാട് കുറവുകളുണ്ട്, അത് ഇവർ കുറച്ചൊക്കെ പറഞ്ഞു തരും. ഇനിയും വരണം. ആഗ്രഹം എനിക്കറിയാം, കാരണം ഇത് കഴിഞ്ഞപ്പോൾ രണ്ടെങ്കിലും വിളിക്കണേന്ന് രഹസ്യമായിട്ട് അവിടെ പറയുന്നത് ഞാൻ കേട്ടു. കാരണം ആ ആഗ്രഹം ഇങ്ങനെ ഒഴുകിക്കിടക്കണം. ഇനിയും വരണം. പിന്നെ എന്റെ ഒരു അമ്മയുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ സ്റ്റേജ് ഏതെങ്കിലും ഒരു ടി.വി കൂടെ എന്നെ കാണുമായിരുന്നുള്ളത്. അല്ലേ? എന്റെ അമ്മ മരിച്ചിട്ട് 7 മാസമായി. അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാ, അമ്മ എനിക്കൊന്ന് കാണാതെ നീ അവിടെ ചെല്ലുവാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് പറ്റിയില്ല. പക്ഷെ കഴിവിപ്പോഴാണ് അതൊരു അവരുടെ പേരെന്തായിരുന്നു? അമ്മയുടെ പേര് വിജയലക്ഷ്മി. അമ്മ എന്റെ അമ്മ ഇതുപോലെ തന്നെയായിരുന്നു. അമ്മ എന്ത് വേണേലും ചെയ്യും. ഡാൻസ്, സ്പോർട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അമ്മ എന്താ പറയാ, അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. അമ്മ കാണുന്നുണ്ട്. അതെ, എങ്കിലും എന്താ പറയാ, ടെൻഷനൊന്നുമില്ല. ഒരു കാര്യം പറയുമ്പോ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാനാണ് എഴുതിയത്. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. വളരെ രസമായിരുന്നു. വളരെ സ്വാഭാവികമായിട്ട് ഫോൺ ചെയ്തു. ഓക്കെ, താങ്ക് യു.
മട്ടാരിയെ പിന്നെ അതുകൊണ്ട് അത് പ്രിയ പ്രിയ ഞാൻ ആപ്പിളിന്റെ ഫോൺ കണ്ടിരുന്ന നൈറ്റി ആദ്യമായിട്ട് കാണാം ഏറെ ശ്രദ്ധിച്ചേ ഒരുപാട് അമ്മമാർ ഇതുപോലെ ആഗ്രഹമായിട്ട് വീട്ടിലേക്ക് കൊണ്ട് അവരെന്തായാലും ഈ അമ്മയെ കണ്ടുപിടിക്കൂ വരൂ നമ്മുടെ സ്റ്റേജ് ഓപ്പൺ ആണ് വന്ന് പെർഫോം ചെയ്യൂ അല്ലേ വാം വെൽക്കം അത് ഒരാൾ ചിരിച്ചു 5000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഡാൻസ് കളിച്ചിട്ടോ എന്ന് പറഞ്ഞായിരുന്നു കളിക്കോ ആരാ കളിക്കുന്നത് രണ്ടുപേരും കൂടെ ഓക്കെ ഞാൻ കൂടണോ മ്യൂസിക് പിന്നെ അല്ല ഞാൻ പള്ളിക്ക് ഓൾറെഡി കയറി കൊടുക്കുന്നു ദിസ് ചർച്ച് ഈസ് ബിലോ അവർ വൺ ടൈം പ്രയബിൾ ബട്ട് 3 ഔട്ട് ഓഫ് 5 എനിക്ക് വിവരമുണ്ട് പൂജാമുറിയിൽ ഫോട്ടോ ഒക്കെ വെച്ചിട്ടില്ലേ നമുക്ക് ഒരു കീറി കളയുമ്പോൾ ഫോട്ടോ എടുത്ത് പൂജാമുറി പള്ളിക്കലെ അമ്പലത്തിൽ വെച്ച് രണ്ടുപേരും മാലയിട്ട് വന്നിക്കണം. ആത്മാഭിമാനമുള്ള ആളുകൾ എത്ര പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും വേർതിരിയില്ല ആണെന്ന് അവൾ നോക്കുന്നത് വിശാഖിനൊന്നും വന്നിട്ട് നമുക്ക് രണ്ടിനും നേരത്തെ പരിചയമുണ്ട് എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴ വിമനോരമ കഥാനായിക co-powered by SLGS Markland, Malabar Gold and Diamonds in association with Milking Industries. യാത്ര എങ്ങനെയായാലും മലയാളിയുടെ ചന്ദ്രമുഖ കോഫി ഇത് വാളുണ്ടാക്കണം അല്ല എല്ലാം സ്പൂൺ പ്രൂഫ് ചെയ്യണം നമുക്ക് സ്പൂൺ പ്രൂഫ്